വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് വീട്ടിൽ കിട്ടുന്ന ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് നമുക്ക് പെഡിക്യൂർ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നിങ്ങളായിട്ട് ഷെയർ ചെയ്യാനാണ്. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് പെഡിക്യൂർ ചെയ്യുന്നത് നോക്കാം. അതിന് മുമ്പേ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യുന്ന സമയത്ത് ഒരു ചെറിയ ബെൽ ബട്ടൺ കൂടെ കാണാം. അതിലൊന്ന് ക്ലിക്ക് ചെയ്ത് ഓൾ എന്നുള്ള ഓപ്ഷൻ നിങ്ങൾ സെലക്ട് ചെയ്യണം. അപ്പോൾ ഞാൻ ഫ്യൂച്ചറിൽ ഇതിൻ്റെ വീഡിയോസിൻ്റെയൊക്കെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ഉടൻ തന്നെ കിട്ടുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് പോകാം. പെഡിക്യൂർ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഒരു പാത്രത്തിലേക്ക് ഇളം ചൂടുവെള്ളമാണ് എടുത്തിരിക്കുന്നത്, ലുക്ക് വാം വാട്ടർ. അതിലേക്ക് ഞാൻ ഒരു സ്പൂൺ നിറയെ സോൾട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 2-3 തുള്ളി ഏതെങ്കിലും ഒരു ഷാമ്പു ഇട്ട് കൊടുക്കണം. നന്നായിട്ടൊന്ന് പതച്ച് വയ്ക്കുക. പിന്നെ നമ്മൾ ചെയ്യേണ്ടത് ഹൈഡ്രജൻ പെറോക്സൈഡ് മെഡിക്കൽ ഷോപ്പിലൊക്കെ വാങ്ങിക്കാൻ കിട്ടും. അതൊരു ചെറിയ കോട്ടൺ ബൗളിലേക്ക് ഒന്ന് ഇട്ടിച്ചിട്ട് നമ്മുടെ കാലിൻ്റെ നഖത്തിലൊക്കെ ഉള്ള ചെളിയൊക്കെ കളയാൻ വേണ്ടിയിട്ടാണ്. ജസ്റ്റ് ഒന്ന് തുടച്ചു കൊടുക്കണം. അപ്പോൾ ഇത് നല്ല ഒരു നമ്മുടെ ക്യൂടെക്സ് ഒക്കെ ഇട്ട നഖമൊക്കെ ഡാമേജ് ആയിട്ടിരിക്കുന്ന നഖമൊക്കെ നമുക്കൊന്ന് റിപ്പയർ ചെയ്തെടുക്കാനായിട്ട് ഇതിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് തുടച്ചു കൊടുത്താൽ നമുക്ക് സാധിക്കും. അപ്പോൾ ഇതുകൊണ്ട് നമുക്ക് എല്ലാം ഒന്ന് തുടച്ചൊക്കെ കൊടുക്കാം. അതിനുശേഷം നമ്മൾ എടുത്തു വച്ചിരിക്കുന്ന ചൂടുവെള്ളത്തിൽ കാല് ഒന്ന് മുക്കി 10 മിനിറ്റോളം ഇരിക്കണം. കാലൊന്ന് സോക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് 10 മിനിറ്റിന് ശേഷം നമ്മുടെ ഇതേപോലെ ടൂൾസ് ഉണ്ട്. ടൂൾസ് ഒന്നും ഇല്ലാലും കുഴപ്പമില്ല. നമ്മുടെ സാധാ നെയിൽ കട്ടറിനകത്ത് ഒരുപാട് ടൂൾസ് ഇപ്പം വരുന്നുണ്ട്. അത് ഉപയോഗിച്ചായാലും ഒന്ന് നഖത്തിൻ്റെ സൈഡൊക്കെ ഒന്ന് വെട്ടി ഒന്ന് കൊടുക്കാം. പിന്നെ ഇതേപോലെ ഒരു ഫൈലർ എടുത്തിട്ടുണ്ട്. അത് ചെന്ന് നഖം ഒന്ന് ഫയൽ ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇപ്പം നെയിൽ കട്ടറിനകത്തൊക്കെ ഇതേപോലെ ഫൈലറും എല്ലാം എക്യുപ്മെൻറ്റ്സ് ഒക്കെ ആയിട്ടാണ് വരുന്നത്. അപ്പം ഇതേപോലെ ഇല്ലെന്നുണ്ടെങ്കിൽ ടൂൾസ് ഇല്ലെന്നുണ്ടെങ്കിൽ വിഷമിക്കേണ്ട ആവശ്യമൊന്നുമില്ല, അതിനകത്ത് തന്നെ ഉണ്ട്. പിന്നെ നമ്മൾ ഇതേപോലെ ഒരു ടൂൾ എടുത്തിട്ട് നമ്മുടെ നഖത്തിൻ്റെ ബാക്ക് വശം ഒന്ന് ഫ്രണ്ട് ഒന്ന് പുഷ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇതിൻ്റെ ഇടയ്ക്കൊക്കെ ചെളിയൊക്കെ കയറി ഇരിക്കുന്നുണ്ടെങ്കിലൊന്ന് വൃത്തിയൊക്കെ എടുക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യും. അതിൻ്റെ എൻഡ് വശം കൊണ്ട് നമ്മൾ നഖത്തിൻ്റെ ഇടയിലെ ചെളിയൊക്കെ ഒന്നെടുത്ത് കളയാം. പിന്നെ ഞാൻ ഇത് അപ്ലൈ ചെയ്യാൻ പോകുന്നത് ബേക്കിംഗ് സോഡയാണ്. പിന്നെ ബേക്കിംഗ് സോഡ ഒരു ലെമണിൻ്റെ പകുതിയിൽ ഇങ്ങനെ ഡിപ്പ് ചെയ്തിട്ട് നന്നായിട്ടൊന്ന് റബ്ബ് ചെയ്യുകയാണ് ചെയ്യുന്നത്. നന്നായിട്ടൊന്ന് സ്ക്രബ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഒരു 5-10 മിനിറ്റ് ഇങ്ങനെ വെക്കുകയാണ്. അതിനുശേഷം ഞാൻ വീണ്ടും സ്ക്രബ് ചെയ്യാൻ വേണ്ടിയിട്ട് പയറിൻ്റെ പൊടി, ചെറുപയർ പൊടി ആണ്, അത് ചെറുതായിട്ടൊന്ന് വെള്ളത്തിലൊന്ന് നനച്ചിട്ട് എടുക്കുകയാണ്. ഒരുപാട് പയർ പൊടിയാൻ പാടില്ല. ഇതേപോലെ ഒന്ന് റബ്ബ് ചെയ്ത് കുറച്ച് നേരം ഒന്ന് വെക്കുകയാണ്. ഒന്ന് കഴുകി എടുത്തിട്ടുണ്ട്, ഒന്ന് തുടയ്ക്കാം. ഇത് തുടച്ച് കാലൊക്കെ നന്നായിട്ടൊന്ന് തുടച്ച് വൃത്തിയാക്കി ഇട്ടു. നമ്മൾ ഒരു വാക്സ് ആണ്, ഇത് ഷുഗർ വാക്സ് ആണ്. ഞാൻ ഇവിടെ വീട്ടിൽ തയ്യാറാക്കിയ ഷുഗർ വാക്സ് ആണ്. ഷുഗർ വാക്സ് എങ്ങനെ തയ്യാറാക്കാമെന്നുള്ള വീഡിയോ ഞാൻ ചെയ്യുന്നുണ്ട്, അപ്പോൾ നിങ്ങൾക്ക് കാണാം. അപ്പോൾ ഞാൻ ഷുഗർ വാക്സ് നമ്മുടെ ഹെയറിലൊക്കെ കാലിൻ്റെ ഹെയറിലൊക്കെ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുത്തിട്ട്, ഇതൊരു വെറ്റ് ടിഷ്യൂ ആണ്. ഇത് വെറ്റ് ടിഷ്യൂ ഒന്ന് ഉണങ്ങിയതാണ്. അത് നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് വെച്ചിട്ട് ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ ഒന്ന് വലിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ ഹെയറൊക്കെ ഇങ്ങനെ പോകും. ഇത് നോക്കി കാണാൻ പറ്റും, ഹെയറൊക്കെ നന്നായിട്ട് പോകും. അപ്പം ഇങ്ങനെ ഞാൻ ഇതേപോലെ ഹെയറൊക്കെ ഒന്ന് എടുത്തിട്ടുണ്ട്. ഇതിന് ശേഷം ഞാൻ കാലിലൊരു പായ്ക്ക് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇത് നമ്മുടെ വേറൊന്നുമല്ല, നമ്മുടെ ആര്യവേപ്പില അരച്ചിട്ടുള്ളതാണ്. മഴക്കാലമൊക്കെ ആയതുകൊണ്ട് നമ്മുടെ ഒരു ആൻറ്റിസെപ്റ്റിക് പ്രോപ്പർട്ടി നന്നായിട്ട് ആര്യവേപ്പിൻ്റെ ഇലയിലുള്ളത് കൊണ്ടാണ് ഞാൻ ഈ ഒരു പായ്ക്ക് ഇട്ട് കൊടുത്ത് ഒരു 10-20 മിനിറ്റ് ഞാൻ വെച്ചിട്ട് അതിന് ശേഷം കാല് കഴുകി എടുക്കുന്നുണ്ട്. പിന്നെ ഞാൻ ചെയ്യാൻ പോകുന്നത് കാലിൽ ഇതേപോലെ ഒരു ഷേവിങ് ചെയ്യുന്ന ഒരു ഷേവിങ് സെറ്റാണ്. അത് കാലിൻ്റെ ഉപ്പൂറ്റി ഭാഗത്തൊന്ന് വലിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പം നല്ല ഹാർഡായിട്ടുള്ള സ്കിന്നൊക്കെ ഉണ്ടെങ്കിൽ അത് റിമൂവ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യും. പിന്നെ ഞാൻ ഇതേപോലെ കാലിൽ നെയിൽ പോളിഷ് അടിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. ആദ്യം ചെറിയൊരു വളരെ തിന്നായിട്ടാണ് ഇട്ട് കൊടുക്കുന്നത്. 2 കോട്ട് നമ്മൾ ഇടുന്നുണ്ട്. അതിനുശേഷം ഉണങ്ങിയതിന് ശേഷം നമ്മൾ വേറൊരു കോട്ടും കൂടി ഇട്ട് കൊടുത്തിട്ട് പിന്നെ നമ്മൾ വൈറ്റ് കളറിലെ നെയിൽ കളറിലെ ബേസ്മെന്റ് ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം, വളരെയധികം ഹെൽപ്ഫുൾ ആകും. പാർലറിൽ
പോയി ചെയ്യുന്നതിനെക്കാട്ടിലും നമുക്ക് എല്ലാവർക്കും ചെയ്ത് നോക്കാവുന്നതേ ഉള്ളൂ. നമ്മൾ മാസത്തിൽ 2 തവണയൊക്കെ നമുക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ. നമ്മൾ ചെരുപ്പൊക്കെ ഇട്ട പാടൊക്കെ പോകാനായിട്ട് വളരെയധികം ഹെൽപ്പ് ചെയ്യുന്നതാണ്. താങ്ക്സ് ഫോർ വാച്ചിങ്. ലവ് യു ഓൾ.